ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. തൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം തൻ്റെ മനസ്സാണെന്ന് ബോധിക്കാത്തവന് എന്തെല്ലാം അറിവുണ്ടായിട്ടും പ്രയോജനമില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നുണ്ട്. മറ്റ് സഹജീവികളോ ദേവന്മാരോ ഗ്രഹങ്ങളോ കർമ്മമോ കാലമോ അല്ല, തൻ്റെ മനസ്സാണ് തൻ്റെ സുഖദുഃഖങ്ങൾക്കും ജനന മരണങ്ങൾക്കും പുണ്യപാപങ്ങൾക്കും കാരണമെന്ന് ബോധ്യപ്പെട്ടവനാകട്ടെ ഒന്നുകൊണ്ടും ഭയപ്പെടുന്നില്ല. അവർ ക്രമേണ മനസ്സിനെ അടക്കി കാലം കൊണ്ട് എല്ലാത്തിനും ശക്തനാകുന്നു. തനിക്ക് സുഖദുഃഖങ്ങളെയും ശത്രുമിത്രങ്ങളെയും സൃഷ്ടിക്കുന്നത് മറ്റാരുമല്ല, തൻ്റെ മനസ്സാണ്. തൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം മറ്റൊരാളാണെന്ന തോന്നൽ മുഴുത്ത മൂഢതയാണ്. എന്തെല്ലാം ദുഷ്ടകർമ്മങ്ങളാണ് ആ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്നത്? ഏതെല്ലാം മഹാനരകങ്ങളാണ് ആ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്നത്? അതിനാൽ ഏകാന്തമായ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ പൂർണ്ണമായും അടക്കണം. അതാണ് എല്ലാ യോഗങ്ങളെ കൊണ്ടും സാധിക്കേണ്ട ഒരേ ഒരു കാര്യം. മനസ്സടങ്ങിയാൽ സിദ്ധനാകും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻ സ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് ച സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേത്തത് പുനരഷ്ടധാ പരിണതം ചൈശ്വര്യമൗവ്യാഹതം സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻ സ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് ച സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേത്തത് പുനരഷ്ടധാ പരിണതം ചൈശ്വര്യമൗവ്യാഹതം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എത്ര വിശദീകരിച്ചാലും തീരാത്തത്ര അർത്ഥവ്യാപ്തിയുള്ള ഗഹനവും അതേസമയം നിത്യപാരായണത്തിനും മറ്റും ഉപകരിക്കും വിധം സുന്ദരവുമാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രം. ശ്രവണ മനന ധ്യാന സങ്കീർത്തനങ്ങളാൽ ഈ കൃതി അഷ്ടൈശ്വര്യ സിദ്ധി നൽകുമെന്നാണ് ഫലശ്രുതി പറയുന്നത്. എന്നാൽ സർവാത്മത്വബോധം വന്നു കഴിഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധി പോലും അപ്രസക്തമാകും. ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു ഫലശ്രുതിയാണ്.
പറയുകയാണ്, യാതൊരു കാരണം കൊണ്ട് യസ്മാത് ഈ സ്തോത്രത്തിൽ അമുഷ്മിൻ സ്തവേ, ഈ സ്തോത്രത്തിൽ സർവാത്മത്വം സ്ഫുടീകൃതം, സർവാത്മത്വം ഈശ്വരൻ്റെ സർവഭാവവും സർവവും പരമാത്മാവാണെന്ന തത്വം സ്ഫുടീകൃതമാണ്, സ്ഫുടമായി പറഞ്ഞിരിക്കുന്നു, വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ശ്രവണം കൊണ്ടും ഇതിൻ്റെ അർത്ഥമനനം കൊണ്ടും ഇതിൻ്റെ ധ്യാനം കൊണ്ടും സങ്കീർത്തനം കൊണ്ടും, ഇവിടെ സങ്കീർത്തനം ആദ്യം പറഞ്ഞിട്ടില്ല. സങ്കീർത്തനം ആദ്യം പറഞ്ഞാൽ കേവലം ചൊല്ലൽ മാത്രമേ ആവുള്ളൂ. നേരെ മറിച്ച് ശ്രവണം, മനനം, ധ്യാനം, ഇതിന് ശേഷം സങ്കീർത്തനം പറയുമ്പോൾ സ്വാഭാവികമായ അർത്ഥബോധത്തോടു കൂടിയാണ് കീർത്തനം ചെയ്യുന്നത്, കേവലം കീർത്തനം ചെയ്യല്ല. കാരണം അർത്ഥബോധമുണ്ടാക്കുന്ന ശ്രവണ മനന ധ്യാനങ്ങളെ പറഞ്ഞ ശേഷം സങ്കീർത്തനാത് എന്ന് പറയുമ്പോൾ അർത്ഥബോധത്തോടു കൂടിയ സങ്കീർത്തനം കൊണ്ടും എന്നർത്ഥമാകും. എന്ത് വരുന്നു? സർവാത്മത്വമഹാവിഭൂതി സഹിതം സ്യാദീശ്വരത്വം സ്വതഃ, സ്വതവേ തന്നെയുള്ള ഈശ്വരത്വം പ്രകടമാകുന്നു, നമ്മുടെ ഈശ്വരഭാവം പ്രകടമാകുന്നു. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. എങ്ങനെയുള്ളതാണ്? സർവാത്മത്വമഹാവിഭൂതി സഹിതം, സർവാത്മാവിൻ്റെ സകലമാന വിഭൂതികളോടും കൂടിയ ഈശ്വരത്വം. ഞാൻ തന്നെ സർവാത്മാവ് എന്ന ബോധത്തിലേക്ക് ഉയരുന്നു. ഇതാണ് വേദാന്തത്തിന് അവസാനം പറയാനുള്ളത്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ അഭൂത് വിജാനതഃ എന്ന്. യാതൊരാളിൽ സകല ഭൂതങ്ങളും താൻ തന്നെ ആയിരിക്കുന്നുവോ, താൻ തന്നെയാണെല്ലാം. അതാണ് സർവാത്മത്വം. സകല ആത്മഭാവവും സ്വയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥ, തൻ്റെ വ്യഷ്ടി പരിമിതികളെ അതിക്രമിച്ചിരിക്കുന്ന അവസ്ഥ. ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള സർവാത്മത്വത്തെ, ഈശ്വരത്വത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ചോദ്യം, ഇത് കൃത്രിമമായി അഥവാ ഭിന്നമായി പ്രാപിക്കപ്പെടുന്നതാണോ? അല്ല, സ്വതഃ, സ്വതേ തന്നെ. പിന്നെ പിന്നെ തത് അഷ്ടധാപരിണതം ഐശ്വര്യം അവ്യാഹതം സിദ്ധിയത്. അവ്യാഹതമായ, ഒരിക്കലും നശിക്കാത്ത ഐശ്വര്യം നേടുന്നു. ഈശ്വരഭാവം, എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ഭാവം, സ്വയമേവ ഈശ്വരഭാവം. എങ്ങനെയുള്ള ഈശ്വരഭാവം? അവ്യാഹതമായ, ഒരിക്കലും തളരാത്ത, നശിക്കാത്ത ഈശ്വരഭാവം. അതെങ്ങനെയുള്ളതാ? അഷ്ടധാപരിണതം, 8 പ്രകാരത്തിൽ പരിണമിച്ചത്. അപ്പോൾ 8 പ്രകാരത്തിൽ പരിണമിച്ചതെന്ന് പറഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധികളെയാണ് ഉദ്ദേശിക്കുന്നത്. 8 ഐശ്വര്യ സിദ്ധികൾ: അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാകാമ്യം, ഈശിത്വം, വശിത്വം. ഇവയാണ് അഷ്ടൈശ്വര്യ സിദ്ധികൾ. അണിമ മഹിമ ചൈവ ലഘിമ ഗരിമ തഥാ പ്രാപ്തി, പ്രാകാമ്യമീശിത്വം, വശിത്വം ചാഷ്ടസിദ്ധയഃ. ഇതാണ് 8 സിദ്ധികൾ. അണിമ എന്ന് പറഞ്ഞാൽ അണുസമാനമായ സൂക്ഷ്മഭാവത്തെ പ്രാപിക്കാൻ കഴിയുക. അപ്പം നമ്മുടെ ആകാരം അണുസമാനം ചെറുതാക്കാൻ കഴിയുക. മഹിമയോ വിപുലമാക്കാൻ കഴിയുക, വലിയ പർവ്വതങ്ങളെപ്പോലെ വലുതാക്കാൻ കഴിയുക. ലഘിമ, ഒട്ടും ഭാരമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ കഴിയുക. ഗരിമ, ഏറ്റവും ഭാരമുള്ള അവസ്ഥയെ പ്രാപിക്കാൻ കഴിയുക. പിന്നെ പ്രാപ്തി, എവിടെ ഇച്ഛിക്കുന്നു അവിടെ എത്താൻ കഴിയുക, എല്ലായിടത്തും എത്തുക ഒരേ സമയത്ത്. പ്രാകാമ്യം, കാമിക്കുന്നത്, ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നതെല്ലാം നേടുക. ഈശിത്വം, എല്ലാവരെയും നിയന്ത്രിച്ച് വയ്ക്കുക. വശിത്വം, എല്ലാവരെയും തൻ്റെ വശത്തിലേക്ക് ആകർഷിക്കുക. ഇതാണ് 8 സിദ്ധികൾ. അപ്പോൾ ഈ അഷ്ടൈശ്വര്യ സിദ്ധികൾ അവർക്ക് പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ അഷ്ടൈശ്വര്യ സിദ്ധികളോടുകൂടിയ അവ്യാഹതമായ ഈശ്വരത്വം, ഐശ്വര്യം ഈ സ്തോത്രത്തിൻ്റെ ശ്രവണ മനന ധ്യാന കീർത്തനങ്ങളിൽ നിന്ന്
സിദ്ധമാകുന്നു എന്ന് ഫലശ്രുതിയാണ്. ഇവിടെ നമ്മൾ വേദാന്ത ശാസ്ത്രങ്ങളിൽ ഫലശ്രുതി പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒന്നിന് ഫലശ്രുതി പറഞ്ഞാൽ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മളത് ചെയ്യും, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്നാൽ വേദാന്തത്തിൽ വിശേഷമുണ്ട്. അതെന്താ വിശേഷം? ഇവിടെ സകല കാമനകൾക്കും ഉപരി സർവാത്മത്വത്തിലേക്ക് സാധകൻ ഉയർന്നു സിദ്ധാവസ്ഥയിൽ. അതോടുകൂടി ഈ ഫലശ്രുതികളെല്ലാം അപ്രസക്തമായി തീരുക ചെയ്യുന്നത്. ഒരു ദൃഷ്ടാന്തം പറയട്ടെ. ഒരു കൊച്ചു കുഞ്ഞിന് അമ്മ പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ അമ്മ കുഞ്ഞിനോട് പറയുകയാണ്, നീ നല്ലപോലെ പഠിച്ചാൽ നിനക്ക് ഞാൻ മിഠായി തരാമെന്ന്. എന്നിട്ട് പഠിപ്പിക്കുന്നതോ മിഠായി അപ്രസക്തമായി തീരുന്ന, മിഠായിയുടെ ബഹുദോഷങ്ങളെക്കുറിച്ച്, മിഠായി നിസ്സാരമാണ്, തുച്ഛമാണെന്നുള്ളതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടി പഠിച്ചാൽ മിഠായി ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ചോദിക്കുകയോ? ഇല്ല. പഠിച്ചില്ലെങ്കിൽ ചോദിക്കാൻ പറ്റുമോ? അതുമില്ല. ഇതുപോലെ വേദാന്ത വിചാരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ തുച്ഛമായി തീരുന്നു എന്നുള്ള ബുദ്ധി ദൃഢമാകുമ്പോൾ ഈ ഫലശ്രുതികളെല്ലാം അപ്രസക്തമായി തീരും. എങ്കിലും സാധകനെ സംബന്ധിച്ച് അവന് സാധനയിലേക്ക് പ്രേരണയാണ് ഫലശ്രുതി എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും അതീവ ശ്രേഷ്ഠമായ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം നല്ലപോലെ മനനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശാങ്കരകൃതികൾ തുടരാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.